കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് കാര്യങ്ങൾ വിവരിച്ചു കഴിഞ്ഞു എന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചു. പ്രതിപക്ഷ നേതാക്കളെ പാർലമെന്റിൽ സംസാരിക്കാൻ അനുവദിച്ചില്ല. ലോക്സഭയും രാജ്യസഭയും തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. ഐറ്റം നമ്പർ 7 ശ്രീ ഡോക്ടർ അമർ സിംഗ് ജി. Honorable Chairman Sir, I rise to lay on the table Hindi and English versions of the statement showing action taken by the government on recommendations contained in the reports of Public Accounts Committee as listed against my name at serial number 7 in today's list of business. Thank you, sir. ധർമ്മേന്ദ്ര പ്രധാൻ ക്രിമിനൽ മന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചു. സമരത്തിനെതിരെ പെല്ലറ്റ് ഉപയോഗിച്ചിട്ടില്ല എന്ന സർക്കാർ വാദം കള്ളമെന്നും രാഹുൽ ഗാന്ധി. പെല്ലറ്റ് കൊണ്ട് പരിക്കേറ്റവർക്കൊപ്പമാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയത്. हिंदुस्तान का तिरंगा लिए ऐसे पीसफुल प्रोटेस्ट कर रहे हैं. सरकार ने कहा है कि कोई पैलेट गन यूज नहीं हुई. इसको कहते हैं पैलेट गन, इसको कहते हैं पैलेट गन. इनकी आंख डैमेज हो गई है. हजारों युवाओं पर पैलेट गन चलाई गई है, लाठी चलाई गई है, मारा गया है, पीटा गया है. धर्मेंद्र प्रधान is a criminal education minister. He has to be removed. He is a symbol of the collapse of our education system. He has to go. He is the reason. He is the reason my brother has got shot. He is the reason thousands of people are outside. He has to go. PR സുനിൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. PR സുനിൽ, ഇന്നും പാർലമെന്റ് തുടങ്ങുന്നു. സ്പീക്കർ വന്നിരിക്കുന്നതിന് മുൻപ് തന്നെ പ്രതിഷേധം ആരംഭിക്കുന്നു. സഭ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടാകുന്നു. പക്ഷെ നിമിഷങ്ങൾക്കകം പിരിയുന്നു. പിന്നീട് സഭ ചേരുമ്പോഴും രാജ്യസഭയാണ് എങ്കിലും ഇന്ന് കണ്ട മറ്റൊരു കാര്യം പ്രതിപക്ഷ നേതാക്കളെ മിണ്ടാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. സ്പീക്കർ വിശദീകരിക്കുന്നുണ്ട്, കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യത്തിന് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും സംസാരിക്കാൻ എണീറ്റ നിമിഷം സഭ പിരിഞ്ഞിരിക്കുന്നു. ാണ് കണ്ടത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയോ അതല്ല വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയോ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് നടപടിയുമായി എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഉടൻ സഭ നിർത്തിവെക്കുന്നതായിരുന്നു ഇന്ന് കണ്ടത്. പാർലമെന്റിന്റെ ഇരുസഭകളിലും അതാണ് കാഴ്ച. രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ എഴുന്നേറ്റപ്പോഴും ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഒക്കെ എഴുന്നേറ്റപ്പോഴും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എഴുന്നേറ്റപ്പോഴും ഒക്കെ തന്നെ ഇതായിരുന്നു സമീപനം. ഒരു വിഷയവും ധർമ്മേന്ദ്ര പ്രധാനുമായി ബന്ധപ്പെട്ട് സഭയിൽ ഉന്നയിക്കാൻ അനുവദിക്കില്ല, അതായിരുന്നു നിലപാട്. അതായാലും ഇന്ന് രണ്ട് സഭകളിലും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള കടുത്ത പ്രതിഷേധ നീക്കമാണ് പ്രതിപക്ഷം നടത്തിയത്. പാർലമെന്റിന്റെ പുറത്തും വലിയ പ്രതിഷേധ പരിപാടിയായിരുന്നു. ആ പ്രതിഷേധ പരിപാടിക്ക് ശേഷമായിരുന്നു സഭയ്ക്കുള്ളിൽ വിഷയം ഉന്നയിച്ചത്. അതിനൊപ്പമാണ് മാധു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഈ പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ പോലീസിന്റെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുള്ള പ്രതിരോധത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയെയും കൊണ്ട് രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എവിടെയൊക്കെയാണ് പെല്ലറ്റുകൾ പതിച്ചത്, അതുണ്ടാക്കിയ മുറിവുകൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു രാഹുൽ ഗാന്ധി ആ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഹരിയാനയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ഇത് പെല്ലറ്റ് ഗണ്ണ് ഉപയോഗിച്ചതിൻ്റെ തെളിവാണ്. പെല്ലറ്റ് ഗൺ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളെ നേരിട്ടത്. നിരായുധരായ വിദ്യാർത്ഥികളെ പെല്ലറ്റ് ഗൺ പോലുള്ള മാരകമായ ആയുധങ്ങൾ കൊണ്ട് നേരിട്ട പോലീസിന്റെ ആ ഒരു സമീപനം രാഹുൽ ഗാന്ധി ഏറ്റവും അപകടകരമാണ്. അത്തരം അപകടകരമായ സമീപനം സ്വീകരിച്ച കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയാലും വിദ്യാർത്ഥികളോട് ചെയ്തത് അനീതിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ല. അതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. വരും മണിക്കൂറുകളിലും വരും ദിവസവും കടുത്ത പ്രതിഷേധവും നീക്കവുമായി മുന്നോട്ട് പോകും. അതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്ന് CJP കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും CJPയുടെ സമരവും കൂടുതൽ ശക്തമായി തുടരും. പ്രതിപക്ഷത്തിന്റെ സമര നീക്കവും പാർലമെന്റിൽ 12 മണിയോടുകൂടി പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ എക്സിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു.
അത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന യുവാക്കൾക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും, ഇന്ന് ക്യാബിനറ്റിൽ കൂടുതൽ തീരുമാനങ്ങളൊക്കെ എടുക്കുമെന്ന്. ഇന്ന് പാർലമെന്റിൽ കിരൺ റിജിജു പറയുന്നത്, അല്ലെങ്കിൽ ഭരണപക്ഷം പറയുന്നത്, പ്രധാനമന്ത്രി രാജ്യത്തോട് കാര്യങ്ങൾ വിവരിച്ചു കഴിഞ്ഞു എന്നാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിനും സമൂഹ മാധ്യമ പോസ്റ്റ് ഇട്ടാൻ മതിയല്ലോ, പാർലമെന്റ് എന്തിനാണ്? ാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും രസകരമായ ഒരു പ്രതികരണം ഇന്ന് നടത്തിയത് അഭിജിത്ത് ദീപ്കെ ആണ്. ദീപ്കെ മാധ്യമങ്ങളോട് പറഞ്ഞു, മാധ്യമങ്ങൾ അഭിജിത്ത് ദീപ്കയോട് ചോദിക്കുകയാണ്, പ്രധാനമന്ത്രി രാത്രി സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടില്ലേ, പ്രധാനമന്ത്രി ശക്തമായി നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ എന്ന് മാധ്യമങ്ങൾ ദീപ്കയോട് ചോദിച്ചപ്പോൾ ദീപ്കെ പറഞ്ഞു, ഇത്രയും കാലം പ്രധാനമന്ത്രി എവിടെയായിരുന്നു, ഉറങ്ങുകയായിരുന്നു എന്നാണ് ദീപ്കെ ചോദിച്ചത്. ഏതായാലും ഇത് തന്നെയാണ് പ്രതിപക്ഷവും ഉയർത്തുന്നത്. നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച. ആ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ നീറ്റ് പരീക്ഷ റദ്ദാക്കുന്നു. 22,90,000 വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതിയത്. അത്രയും വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലായി. ഈ പരീക്ഷ റദ്ദാക്കിയതിന് പിന്നാലെ 21-ലധികം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മാനസികമായി ഉണ്ടാക്കിയ സമ്മർദ്ദം. ഇനി നെറ്റ് പരീക്ഷ തട്ടിപ്പ്, CBSE പരീക്ഷ മൂല്യനിർണ്ണയത്തിലെ തട്ടിപ്പ്, മറ്റ് മത്സര പരീക്ഷകളിൽ ഉണ്ടായിട്ടുള്ള തട്ടിപ്പുകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ആർക്ക് എന്നൊരു ചോദ്യമുണ്ട്. ഇനി ഞങ്ങൾ ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുവരെ ചെയ്തിട്ടുള്ള കുറ്റകൃത്യത്തിന്, ഇതുവരെ ചെയ്തിട്ടുള്ള വീഴ്ചകൾക്ക് ആരാണ് ഉത്തരവാദിത്വം? അതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചല്ല, ഇതുവരെ ചെയ്തു വച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള കാര്യമാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷമായാലും CJP ആയാലും പറയുന്ന ഒറ്റ നിലപാടാണ്, ഇതിന്റെ ഉത്തരവാദി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. ഇതുവരെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് വിദ്യാർത്ഥികളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയുക. അപ്പോൾ ഈ ആവശ്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും പ്രതിപക്ഷത്തിനുമില്ല, CJPക്കുമില്ല. PR സുനിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇന്ന് പാർലമെന്റിൽ സ്വീകരിച്ച നിലപാടിതാണ്. പ്രതിപക്ഷം ദില്ലി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് പാർലമെന്റിൽ സംസാരിക്കരുത്, വിദ്യാർത്ഥികൾക്ക് നേരായ അതിക്രമവുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് പാർലമെന്റിൽ സംസാരിക്കരുതെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി സ്പീക്കറും കേന്ദ്രമന്ത്രിമാരും എല്ലാം പെരുമാറുന്ന ഒരു രീതിയാണ് നമുക്കിന്ന് പാർലമെന്റിൽ കാണാൻ കഴിഞ്ഞത്. PR സുനിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.